എല്ലാവർക്കും നമസ്കാരം. പലർക്കും പല സംശയങ്ങളുണ്ട്. റബ്ബർ ടാപ്പിങ് എന്നാണ് നിർത്തേണ്ടത്, അത് എന്ന് നിർത്തണം, ഏത് മാസത്തിലാണ് നിർത്തേണ്ടത്, ഏത് സമയത്ത് നിർത്തണം എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഇപ്പോൾ ബിജുലാല എന്ന ഒരാൾ ഒരു സംശയം ചോദിച്ചിരിക്കുന്നു, എന്ന് ടാപ്പിങ് നിർത്തണമെന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ ടാപ്പിങ് കഴിഞ്ഞു, എന്നിട്ട് മൊബൈൽ എടുത്ത് നോക്കിയതാണ് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്, സംശയങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കാണുന്നത് ബിജുലാല എന്ന ഒരു വ്യക്തി ചോദിച്ചിരിക്കുകയാണ്, എന്ന് വരെ റബ്ബർ ടാപ്പ് ചെയ്യണം, എന്ന് ടാപ്പിങ് നിർത്തണമെന്ന്. റബ്ബർ ടാപ്പിങ് പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു കാര്യം വരുന്നില്ല. ശരിക്കും സാധാരണഗതിയിൽ നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഇല പൊഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും പാല് കുറയുന്നത് കൊണ്ട് ടാപ്പിങ് നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ നിർത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇല കൊഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ടാപ്പിങ് തുടരുന്നുണ്ടെങ്കിലും ടാപ്പിങ് നിർത്തിയാലും നമ്മളതിൽ ക്ലേ പുരട്ടണം. ചൈനാക്കളെ, വെട്ടിയ പട്ടയിൽ വെള്ളച്ചെളി ചൈനാക്കളെ അത് വാങ്ങി നമ്മൾ അതിനെ കലക്കി അല്പം പശയും കൂടെ ചേർത്ത്, അത് പശ എന്ന് പറയുന്നത് അല്പം മൈദാമാവ് പശയാക്കി എടുത്തിട്ട് അതിനെ ചേർത്തിട്ട് ആ പട്ടയിൽ പുരട്ടിയാൽ ആ പട്ടയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, പട്ട ചൂടാവത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുടർന്നും വെട്ടിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇല ഇപ്പോൾ പൊഴിയുന്ന സമയമാണ്. ജനുവരി മാസത്തിൽ ജനുവരി 30 ആകുമ്പോഴത്തേക്ക് മിക്കവാറും ജനുവരിയിൽ ആദ്യം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും 30-നകത്ത് ഇലയെല്ലാം പൊഴിഞ്ഞ് തളിരാവും. ഒരു 15 ദിവസം കൊണ്ട് ഈ തളിര് മുഴുവൻ വീണ്ടും മുറ്റി വരും. പക്ഷേ ഈ സമയത്ത് റബ്ബറിൽ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇല കൊഴിയാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് റബ്ബർ അതിൻ്റെ പാല് കുറേ തടിയിലേക്ക് ശേഖരിക്കും, അല്ലെങ്കിൽ വേരുകളിലേക്ക് ശേഖരിക്കും. ഇലയിലും കമ്പിലും ഒക്കെ നിൽക്കുന്ന പാല് കുറേ താഴോട്ട് ശേഖരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ പാൽ, അതായത് സാധാരണഗതിയിൽ നമുക്ക് പാല് കൂടുതൽ കിട്ടുന്നത് ഡിസംബർ മാസങ്ങളിൽ, നവംബർ ഡിസംബറിലൊക്കെ പാല് കൂടുതൽ കിട്ടും. നവംബറിൽ കിട്ടുന്നതിൽ കൂടുതൽ തണുപ്പുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിൽ കൂടുതൽ പാല് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇല കൊഴിയാൻ പാകമാകുമ്പോഴേക്കും അത് പാലിനെ ശേഖരിച്ച് തണ്ടിലേക്കും വേരിലേക്കും ഒക്കെ മാറ്റും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പാല് കിട്ടും. എന്നാൽ ഇല കൊഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവ കൂടുതൽ പാലിനെ നമുക്ക് തരത്തില്ല. അതിൻ്റെ പ്രതിരോധ ശേഷി കൊണ്ട് അത് പാല് നമുക്ക് വളരെ കുറച്ച് മാത്രമേ തരൂ. സാധാരണ കിട്ടുന്നതിൽ ഒരു 1/4 ഭാഗം പാല് മാത്രമേ നമുക്ക് കിട്ടൂ എന്ന് കരുതി നമ്മൾ ടാപ്പിങ് മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുടക്കുന്നവർ മുടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് നിർത്തണം എന്ന്, ടാപ്പിംഗ് പൂർണ്ണമായിട്ട് നിർത്തണം എന്ന് ആരോടും പറയില്ല. കാരണം അങ്ങനെ പറയേണ്ട കാര്യമില്ല. തുടർച്ചയുള്ള ടാപ്പിങ്ങുകളാണ് നമ്മുടെ സാധാരണ വലിയ വലിയ തോട്ടങ്ങളിൽ, എസ്റ്റേറ്റുകളിലൊക്കെ അവർ ടാപ്പിംഗ് നിർത്താറില്ല എല്ലാ സമയങ്ങളിൽ. അതായത് ഒന്നിടവിട്ടാണെങ്കിൽ ഒന്നിടവിട്ട് 2 ദിവസം കൂടുമ്പോഴാണ് വെട്ടുന്നത്, 3-ാം ദിവസമാണ് വെട്ടുന്നതെങ്കിൽ അങ്ങനെ അത് മുടങ്ങാതെ ടാപ്പ് ചെയ്യാം. അതിൽ നമ്മൾ യാതൊരു സംശയവും കാണിക്കേണ്ട കാര്യമില്ല. അഥവാ നിർത്തിയാൽ പോലും ഇനി നമ്മൾ നിർത്തിക്കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് ടാപ്പിംഗ് തുടങ്ങാൻ കഴിയില്ല. അതിൻ്റെ പ്രധാന കാരണം ടാപ്പിംഗ് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോയി കഴിഞ്ഞാൽ നമുക്ക് 48 മണിക്കൂർ കൊണ്ട് വീണ്ടും ഗ്ലൂക്കോസിനെ ആ അളവിൽ അതിനകത്ത് ശേഖരിക്കുന്നത് പോലെ ഇത് വീണ്ടും ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. റബ്ബർ പാല് വീണ്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷേ അളവ്, അതായത് അതിൻ്റെ കാഠിന്യവും അളവും ഒരൽപ്പം കുറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. നിർത്തുകയാണെങ്കിലും നിർത്തിയില്ലെങ്കിലും അതിന് ചൂട് തട്ടാതെ ആ വെട്ടിയ പട്ട, അതായത് മൃദുലമായ ഭാഗമാണ്. നമ്മൾ ടാപ്പിംഗ് കഴിഞ്ഞ ഈ അവസാന സമയങ്ങളിൽ ടാപ്പിംഗ് ചെയ്ത ഭാഗം മൃദുലമാണ്. അവിടെ തണ്ണിപ്പട്ട മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള പട്ടകളെല്ലാം നമ്മൾ ചീവിക്കളഞ്ഞതാണ്. അവിടെ വെളുത്ത ചെളി, അതായത് ചൈനാക്കളെ അത് വാങ്ങി കലക്കി പശ ചേർത്ത് പുരട്ടി കഴിഞ്ഞാൽ ആ തണുപ്പ് നിലനിൽക്കും. അങ്ങനെ ആ തണുപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം റബ്ബർ മരങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ടാപ്പ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ചിലപ്പം ഒരു 10-20 ദിവസത്തേക്ക് ഒരല്പം പാലിൻ്റെ കുറവ് വന്നാലും വീണ്ടും നമ്മൾ പുതിയ ടാപ്പിംഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞ് വീണ്ടും മഴ ലഭിച്ച് മരം നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ടാപ്പിംഗ് തുടങ്ങാൻ കഴിയൂ. അപ്പോൾ മരം തണുക്കുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കണ്ട, നമുക്ക് ടാപ്പിംഗ് തുടർച്ചയായി തന്നെ കൊണ്ടുപോകാം. ഓക്കെ.